ഹലോ ഗായ്സ്, ഞങ്ങളിങ്ങനെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ സെയ്ത്തൂന്ന് ഫുഡ് കഴിക്കുന്ന സീനാണ്. സെയ്ത്തൂന്ന് ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെ ഭയങ്കര ആംബിയൻസിലാണ് തുടങ്ങിയത്. ഔട്ട് സൈഡിലെ വീഡിയോസൊക്കെ എന്നോട് ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ മാനാഞ്ചിറ പോയി. മാനാഞ്ചിറ ബീച്ചിൽ നിന്നും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. പട്ടം പറക്കുന്നുണ്ടായിരുന്നു, കടലിൽ നല്ല കാറ്റുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു, തിരമാലകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വൈഫൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. ഐസൂൻ എന്തോ പറയണല്ലോ. നല്ല ബീച്ചാ പോയാ വീട്ടിലല്ലേ പോയാനി ഉപ്പ് കുടിക്കുന്ന നല്ല ചില്ലിന്ന്. ഐസ് നല്ല ചില്ലിന്ന് സൂപ്പ് കുടിക്കുന്നാലും വീട്ടിൽ നിന്ന് ഞാൻ ഡബ് ചെയ്യുമ്പോൾ അങ്ങനെ കടലിലെ വീഡിയോസൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. ചെടികളൊക്കെ നനച്ച് ചെടികളൊക്കെ റീസെറ്റ് ചെയ്യായിരുന്നു. പിന്നെ മോനും വൈഫും വെറുതെ കാറ് കയറി. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ ഈ അമ്മി വടകര പോയി. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ റിനുവും അവളുടെ ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരൊക്കെ കണ്ടു. അങ്ങനെ അവിടുന്ന് ബ്രോസ്റ്റഡും പിന്നെ ജ്യൂസസൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിച്ചു. അപ്പോഴാണ് പെങ്ങളും അളിയനും വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചു. ഞങ്ങളെ പാർസലും മേടിച്ച് അങ്ങനെ വീട്ടിലേക്ക് നടന്നു. അന്ന് കഴിച്ചില്ല. പിറ്റേന്ന് രാവിലെ പെങ്ങളും ഏട്ടൻ്റെ ഓളും അനിയൻ്റെ ഓളെല്ലാം കൂടി അടിച്ചു മാറുന്ന സീനാണ് ഈ കാണുന്നത്. പിന്നെ ഫ്രാഷൻ ഫുഡൊക്കെ പഠിച്ച് രാജേട്ടൻ ഫോട്ടോ എടുക്കുന്നുണ്ട് ഓടുന്ന സീന്. പിന്നെ രാജേട്ടൻ പിന്നെ ചെടിയൊക്കെ കുഴിച്ചിട്ടു. ഈ വടകര ടൗൺ എന്ന് പറയുന്ന സാധനം എനിക്ക് തീരെ ഇഷ്ടമില്ല. കോഴിക്കോടിൽ കൊച്ചിയിൽ ഫ്ലാറ്റ് എടുക്കണമെന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം മാറണമെന്നുണ്ട്. നോക്കാം. പിന്നെ ഫ്രേഷൻ ഫുഡൊക്കെ പറിച്ചു. നല്ല കല്ലുമ്മക്കായി കിട്ടിയിരുന്നു. അതും വെച്ച് നല്ല മാങ്ങായിട്ട് മീൻകറിയും വെച്ച് നല്ല ചോറും.